ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തപ്നയിൽ കണ്ട പോലെ നമ്മൾ ഡെലിവറി സ്റ്റോറി പറയാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് കമൻസ് കണ്ടു, പറയോ എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ല ഇപ്പം എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. മാറ്റിയിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മെനക്കൊക്കെ ഇരിക്കുന്നത്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോ ഞാൻ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ലേശം ചിരിക്കാനും ഇതിനൊക്കെ ഉണ്ട്. സോ ഇഷ്ടപ്പെടുന്നവർ കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആയതറിഞ്ഞ് ഒരു 3 മാസം എനിക്ക് ഭയങ്കര ഛർദിലും അതേപോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഛർദിലൊക്കെ. എന്ത് കഴിച്ചാലും ഛർദിൽ. അതേപോലെ നമ്മൾ രാവിലെ പല്ല് തേക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും ഛർദിലുണ്ടായിരുന്നു. സോ 3 മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ 4, 5, 6 ഈ ഒരു 3 മാസത്തിൽ എനിക്ക് അധികം ക്ഷീണമോ അല്ലെങ്കിൽ ഛർദിലും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7-ാം മാസം ആയപ്പോൾ വീണ്ടും ഇതേപോലെ തുടങ്ങി ഛർദിലും കാര്യങ്ങളും ക്ഷീണവും ഇതൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു എനിക്ക് തീരെ വയറ് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞേർത്തു. പിന്നെ അതേപോലെ ഒരു 8-ാം മാസം അങ്ങോട്ടായപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ കുത്തൽ പോലെ വേദന ഇങ്ങനെ വരൽ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊന്നല്ല, അതിൻ്റെ വേദന ഒന്നല്ല, വേറെന്തെങ്കിലും ഇക്കാരം അല്ലെങ്കിൽ ഗ്യാസോ അങ്ങനെ മറ്റെന്തെങ്കിലും ഇക്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. അറിയില്ലല്ലോ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വേദന എന്നൊന്നും ആ ടൈമിൽ അറിയില്ലല്ലോ. സോ അങ്ങനെ ഒരു 8-ാം മാസം കഴിഞ്ഞു 9-ാം മാസത്തിലോട്ട് കടന്നു. ആ 9-ാം മാസത്തിൽ കിടന്നപ്പോൾ നമുക്ക് 9-ാം മാസത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ്, അപ്പോൾ അതിന് പോയി സ്കാൻ ചെയ്തു. അപ്പോൾ അവിടുന്ന് ഡോക്ടറിനോട് പറഞ്ഞു കുട്ടി സിഫാലിക് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അധികം എന്താ പറയുക, നല്ല കനം കൂടിയ പണികളോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോന്നു. പിന്നെ ഈ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ അപ്പം കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ റൂമിലോട്ടാണ് പോയിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വല്ല ചെക്കപ്പ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഒരു 5-6 ദിവസത്തിന് ശേഷം കേട്ടോ പോകുന്നത്, സ്കാനിങ്ങിന് ശേഷം. അപ്പോൾ അങ്ങനെ പോയി ഡോക്ടറെ കണ്ടു. പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്ക് ചെറുതായിട്ട് വാട്ടർ ബ്രേക്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഉമ്മ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞേ അതൊന്നല്ല ഈ കാര്യം. അപ്പോൾ ഞാനും തന്നെ, നമുക്കറിയില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ അതല്ല ഈ കാര്യം, നമുക്ക് ഡേറ്റ് ആയിട്ടില്ലല്ലോ. ഡേറ്റ് എനിക്ക് ഡിസംബർ 14, 15 ആ ഒരു ഇതിലാണ് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനും കരുതി അതല്ലല്ലോ, ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇതൊന്നും അല്ല ഈ കാര്യം എന്ന് കരുതി. പിന്നെ ഈ ഒരു 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഡോക്ടറോട് പറയണ്ട കേട്ടോ ഇങ്ങനെ ഉള്ളത്. ഡോക്ടർ ഞാനും ഉമ്മയായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ആ പോണ ടൈമിൽ ഭയങ്കര കാറ്റും മഴയും. വൈകുന്നേരമാണ് പോയത്, 6 മണിക്കാണ് അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ട് വൈകിട്ട്. അപ്പോൾ ആകെ ഇരുട്ടായി. അങ്ങനെ ആ ഒരു ടൈമിൽ പോയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ ഇടങ്ങേറായിട്ടാണ് പോയിരുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഡോക്ടറോട് ഇങ്ങനെ പറയണ്ട, ചിലപ്പോൾ നമ്മളെ പിടിച്ച് അഡ്മിറ്റ് ആക്കിയാലോ. കാരണം എന്ന് വെച്ചാൽ രണ്ടുമാർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ആരും ഇടങ്ങേറാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഇടങ്ങേറാവില്ലേ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ എന്താ പറയുക, ബാങ്ക് കൊടുത്തപ്പോൾ ഓഫാക്കിയതാണേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ ഡോക്ടറോട് പറയണ്ട ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ റൂമിൽ കയറി. എന്നോട് പറഞ്ഞു PV ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞു വെച്ചായിരുന്നു കേട്ടോ, നമ്മൾ ലാസ്റ്റ് ചെക്കപ്പാണ്, അപ്പോൾ PV ചെയ്യണം, അന്ന് ഡേറ്റ് നമുക്ക് പറയാം, അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ ഇതുവരെ അല്ല, ഡോക്ടർ നോക്കിയപ്പോഴൊന്നും ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഡോക്ടർ PV ചെയ്തപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതെനിക്ക് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ഇതാണെന്ന് വിചാരിച്ചില്ല ഡോക്ടറെ, വേറെ എന്തെങ്കിലും ഏക്കാരെന്ന് കരുതിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും പറയണ്ട, ഷുഗർ കുറച്ച് ഏറിയിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള ഇൻസുലിൻ കാര്യങ്ങളും വെക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അഡ്മിറ്റ് ആക്കണം ആദ്യം. കാരണം നമുക്ക് പെട്ടെന്ന് പ്രസവിക്കാനുള്ള ഡെലിവറിക്കുള്ള ഇതൊക്കെ ഇതാക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടർ എന്താ പറയുക അഡ്മിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ആകെ പേടിച്ച് ഇതായി. അങ്ങനെ നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇനി നാളേക്കൊക്കെ മാറ്റിയേക്കരുത്, ഇന്ന് നേരെ വീട്ടിൽ പോയി സാധനങ്ങളും ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞുകൊണ്ട് നമ്മളവിടുന്ന് പോന്നു. അഡ്മിറ്റിനുള്ള കാർഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഡോക്ടർ തന്നു നമുക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി.